ഈ നവകേരള ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തലശ്ശേരിയിലെത്തി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ തെക്കൻ ജില്ലയിലെ കളക്ടർമാർക്ക് വലിയ താല്പര്യമായിരുന്നു. അതായത് മുഖ്യമന്ത്രിക്ക് ഏതൊക്കെയാണ് വിഭവങ്ങൾക്ക് ഇഷ്ടം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ വലിയ തോതിൽ നടക്കുകയാണ്. അപ്പോൾ തെക്കൻ ജില്ലയിലെ കളക്ടർമാരെ അത് അന്വേഷിച്ചു. വടക്കൻ ജില്ലയിലെ കളക്ടർമാരോട് ചോദിച്ചു എന്താണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം. അത് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് എന്താ മനസ്സിലായറിയോ? തലശ്ശേരിയിൽ മുഖ്യമന്ത്രിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കൊഞ്ചു തീയലാണ് മുഖ്യമന്ത്രിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വിഭവം എന്ന് അദ്ദേഹം അത് ഏറ്റവും കൂടുതൽ താല്പര്യത്തോടുകൂടി കഴിച്ചത് അതാണെന്നും കണ്ട എറണാകുളത്തെ കളക്ടർ നിർബന്ധമായും മറ്റു വിഭവങ്ങൾ ഇനി ഒഴിവാക്കിയായാലും കൊഞ്ചു തീയൽ വേണമെന്ന് ഉത്തരവിട്ടത് ഒരു പരസ്യ യോഗത്തിലാണ് എന്നാണ് നമ്മൾ കേൾക്കാൻ കഴിഞ്ഞത്. പരസ്യമായ ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ എറണാകുളം ജില്ലയിലെ കളക്ടർ പറഞ്ഞു, തലശ്ശേരിയിലൂടെ കടന്നു വന്നപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കൊഞ്ചു തീയലാണ്. അതുകൊണ്ട് കൊഞ്ചു തീയൽ എന്തായാലും വേണം. വേറെ ഒരു വിഭവങ്ങളില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രിക്ക് ഏറ്റവും കൂടുതൽ സ്വാദിഷ്ടമായി കഴിച്ച കൊഞ്ചു തീയൽ എന്തായാലും ഉച്ചഭക്ഷണത്തിന് ഉണ്ടാവണം എന്ന് കളക്ടർ എറണാകുളത്തെ കളക്ടർ ഒരു പരസ്യ യോഗത്തിൽ ഉത്തരവിട്ടു എന്നാണ് കേൾക്കുന്നത്. ആലപ്പുഴയിൽ ലഭിക്കുന്ന മത്സ്യ വിഭവങ്ങളെക്കുറിച്ച് അന്ന് സജി ചെറിയാൻ വാചാലമായത് നമ്മൾ കേൾക്കുന്നുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ നവകേരള സദസ്സിൻ്റെ സർക്കാർ ഉത്തരവിൽ വേദിയിൽ മന്ത്രിമാർ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ അവരവർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലെ മുറികളിൽ ജില്ലാ കളക്ടർമാർ തന്നെ ഭക്ഷണം എത്തിക്കാനുള്ള ക്രമീകരണം നടത്തണം എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ചില മന്ത്രിമാർക്കൊക്കെ ഈ നവകേരള സദസ്സിൻ്റെ വേദികളിൽ വരാൻ ചിലപ്പോൾ കഴിയാതെ വരും. അങ്ങനെ കഴിയാതെ വരുന്നവർക്ക് അവരവരുടെ ഗസ്റ്റ് ഹൗസിലെ മുറികളിൽ അവർക്ക് ഇഷ്ടമുള്ള മുന്തിയതരം ഭക്ഷ്യവിഭവങ്ങൾ ഉൾപ്പെടെ ക്രമീകരിക്കാനുള്ള ഉത്തരവാദിത്വം കളക്ടർമാർ തന്നെ നേരിട്ട് ഇടപെട്ട് ചെയ്യണമെന്നായിരുന്നു ഉത്തരവ്.